കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏക് ദിൻ കാ എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തേത് നമൂനെ के अनुसार कविता की पंक्तियों को बदल कर लिखें. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കവിതത്തെ വരികൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം. ജैसे एक तिनका आँख में मेरी पड़ा. എൻ്റെ കണ്ണിൽ ഒരു തിൻക വന്ന് വീണു. തിൻക എന്ന് പറഞ്ഞാൽ വൈക്കോൽ കഷ്ണമാണ്. ഇതിൽ വേർഡ്സ് ഒന്നും കറക്റ്റായിട്ടുള്ള ഓർഡറിലല്ല. ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണോ ആയിരിക്കേണ്ടത് അതുപോലെയല്ല ഇവിടെയുള്ളത്. നമ്മളൊരു കറക്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റണം അതിനെ. മേരി ആँख में एक तिनका पड़ा. എൻ്റെ കണ്ണിൽ ഒരു തിൻക വന്ന് വീണു. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. അതുപോലെ നമ്മൾ കുറച്ച് സെൻറ്റൻസസിനും കൂടി മാറ്റണം. അടുത്തത് ലാൽ ഹോക്കർ ആँख भी दुखने लगी. ആँख ലാൽ ഹോ ഗയി और दुखने लगी. കണ്ണ് ചുവന്നു, കണ്ണ് വേദനിക്കാനും തുടങ്ങി. അടുത്തത് ഏണ്ട് ബേച്ചാരി ദബേ പാവം ഭാഗി. ഏണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരം ഓടിപ്പോയി. മീരാ ഘമണ്ട് ദൂർ ഹോ ഗയ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം വരുന്നത് എൻ്റെ അഹങ്കാരം മാറി, അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം ഇല്ലാതായി. അല്ലെങ്കിൽ നമുക്ക് മേരി ഏണ്ട് ബാഗ് ഗയി എന്നും എഴുതാം. കറക്റ്റായിട്ടുള്ള ഓർഡർ ആക്കിയിട്ട് സെൻറ്റൻസിൻ്റെ രൂപത്തിലാക്കുകയാണെങ്കിൽ മേരി ഏണ്ട് ബാഗ് ഗയി എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ആണ് മീരാ ഘമണ്ട് ദൂർ ഹോ ഗയ എന്നുള്ളത്. അടുത്തത് ജബ് കിസി ദബ് സെ നിക്കൽ തിൻക ഗയ. എങ്ങനെയൊക്കെയോ ആ തിൻക കണ്ണിന്ന് പോയപ്പോൾ. ജബ് കിസി തരഹ സെ തിൻക നിക്കൽ ഗയ. അടുത്തത് ആശയ് സമജ്കർ സഹി വാക്യ ബനായേ. ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കിനെ ആ സെൻറ്റൻസസിലേക്ക് ചേർത്ത് ഒരു കറക്റ്റ് മീനിങ് ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ആദ്യത്തത് ഘമണ്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഘമണ്ടി എന്ന് പറഞ്ഞാൽ അഹങ്കാരമുള്ള ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഘമണ്ടി മുണ്ടേർ പർ ഖടാ ഥാ. അഹങ്കാരിയായിട്ടുള്ള വ്യക്തി പാരപ്പറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തത് തിൻക എന്ന് കൊടുത്തിട്ടുണ്ട്. തിൻക വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ സെൻറ്റൻസസിൻ്റെ പാർട്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. തിൻക ദൂർ സെ ആക്കർ ആँख में पड़ गया. ദൂർ സെ ആക്കർ ആँख में पड़ गया എന്നുള്ളതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസ് കിട്ടും. തിൻക ദൂരെ നിന്ന് വന്ന് കണ്ണിൽ വീണു. അടുത്തത് ഏണ്ടാണ്. ഏണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് അർത്ഥം. ആ ഏണ്ട് എന്നുള്ള വാക്കിന് നമുക്ക് ചുപ്കേസെ ഭാഗ് ഗയി എന്നതിനോട് ചേർത്തിട്ട് ഏണ്ട് ചുപ്കേസെ ഭാഗ് ഗയി എന്ന് എഴുതാം. അടുത്തത് ആँख ആണ്. ലാൽ ഹോക്കർ ദുഖ്നെ ലഗിനോട് ചേർത്തിട്ട് ആँख ലാൽ ഹോക്കർ ദുഖ്നെ ലഗി എന്ന് എഴുതാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കവിതയ്ക്ക് വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ. തിൻക എന്ന പോയതിനെ പറ്റി ഒരു അനലറ്റിക്കൽ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. अयोध्या सिंह उपाध्याय हरिऔध की कविता एक तिनका में कवि ने सरल शब्दों में अहंकार के विनाश के बारे में बताया है. ഹരിയൗദ് എന്ന പെന്നേമുള്ള അയോധ്യ സിംഗ് ഉപാധ്യായയുടെ ഏക് തിൻക എന്ന കവിതയിൽ കവി വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. कवि कहता है कि एक बार वह गर्व से सिर ऊंचा किए छत पर खड़ा था. तभी एक छोटा सा तिनका उसकी आंख में गिर गया और उसे सिर झुकाना पड़ा. കവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ എന്നുള്ളൊരു മനോഭാവത്തോടെ കവി വീടിൻ്റെ ടെറസിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ വൈക്കോൽ കഷ്ണം, ഉണങ്ങിയ വൈക്കോൽ കഷ്ണം കവിയുടെ കണ്ണിൽ വന്ന് വീണു. അപ്പോൾ അത് മാറ്റാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നു, തല കുനിക്കേണ്ടി വന്നു. इस घटना से कवि को अनुभव हुआ कि संसार में कोई भी वस्तु छोटी नहीं होती है और अहंकार मनुष्य का सबसे बड़ा शत्रु है. ഈ ഒരു സംഭവത്തോടെ കവി മനസ്സിലാക്കി ലോകത്ത് ഒരു സാധനവും ചെറുതല്ല, ഒന്നിനെയും അങ്ങനെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല. പിന്നെ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്ന്. തിൻക യഹാ വിനമ്രത और ആത്മബോധ് का प्रतीक बन जाता है. തിൻക എന്നുള്ളത് ഇവിടെ സെൽഫ് റിയലൈസേഷൻ്റെയും ഒക്കെ പ്രതീകമാണ് ഈ കവിതയിൽ. कविता का मुख्य संदेश है कि महानता विनम्रता में ही निहित है. കവിതയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, കവിത നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ പൊളൈറ്റ്നെസ് ഇസ് ഗ്രേറ്റ്നെസ്. എന്നാൽ നമ്മൾ പൊളൈറ്റായിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ മഹാനതയെ കാണിക്കുന്നത്. അതായത് എപ്പോഴും ഹമ്പിളായിട്ട് തന്നെ പെരുമാറണം എന്ന്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.